ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വളരെ സന്തോഷമുള്ള നല്ലൊരു മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയാണിന്ന്. നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ ഇന്നത്തെ ശുശ്രൂഷകൾ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിലെ 14-ാം അധ്യായം 14-ാമത്തെ വാക്യം നമ്മൾ ഇതിനോടകം വായിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, ധ്യാന വിഷയമാക്കിയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടി ആ വചനത്തിൻ്റെ മറ്റൊരു തലം, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ മറ്റൊരു തലം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. 14-ാം അധ്യായം 13-ാമത്തെ വാക്യം. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങളാണ് ദൈവവചനത്തിലൂടെ ദൈവം ദൈവമക്കളെ പഠിപ്പിച്ചത്. രണ്ട് കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. ഇപ്പോൾ നിങ്ങൾ പല ഭയങ്ങളും ഉണ്ടാകും. നാളെക്കുറിച്ച് ഓർത്ത് ഭയമുള്ളവരുണ്ടാകും. മക്കളുടെ റിസൾട്ട് വരുമ്പോൾ ഇനി ഏത് കോഴ്സ് അവരെ വിട്ട് പഠിപ്പിക്കണം, അതിനെക്കുറിച്ച് ഭയമുണ്ട്. സാമ്പത്തികമായ ചില കാര്യങ്ങൾ തിരിമറി നടത്താനുണ്ട്, കൊടുക്കാനുണ്ട്, വാങ്ങാനുണ്ട്, ചെയ്യാനുണ്ട്, അതിനെക്കുറിച്ച് ആകുലതയുണ്ടാകും. പക്ഷെ ദൈവവചനം പറയാണ്, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന രക്ഷാകൃത്യം, അത്ഭുത പ്രവൃത്തി നിങ്ങൾ കാണും. ഹല്ലേലൂയ. കാണൂന്ന് പറയണമെങ്കിൽ ലഭിക്കുന്ന അനുഗ്രഹം കാണാൻ പാകത്തിനുള്ളതായിരിക്കണം. ഒരു കാര്യം കാണൂന്ന് പറയും, നീ അവിടെ ചെല്ലുമ്പോൾ ഇന്ന പോലെ ഒരാളെ കാണുമെന്ന് പറയുമ്പോൾ അവിടെ ചെന്നാൽ അത് കാണാൻ പറ്റണം. ദൈവവചനം പഠിപ്പിക്കുവാണ്, നീ അനുഭവിക്കും, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, നീ കാണും. അപ്പൊ രണ്ട് കാര്യം ചെയ്താൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നത് നമ്മളും കാണും, നമ്മളെ കളിയാക്കിയവരും കാണും, ഇന്ന് വരെ വിമർശിച്ചവരും കാണും, നമ്മളെ അനുകൂലിച്ചവരും കാണും, ദൈവം ഇല്ല എന്ന് പറഞ്ഞവരും കാണും, എല്ലാവരും അത് കാണും. ഹല്ലേലൂയ. ഒന്നും കൂടെ നോക്കിയാ വചനം കാണുമെന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി, ആ ഉറച്ചു നിന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണും. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കുറെ വിഷയങ്ങളില്ലേ, കുറെ വിഷയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പല വിഷയങ്ങളും നിങ്ങൾ ഇപ്പോൾ അത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അത് കിട്ടണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളാ. അങ്ങനെ നടന്നായിരുന്നെങ്കിൽ, അത് അങ്ങനെ ഈ വിധത്തിൽ ശരിയായിരുന്നെങ്കിൽ, ദൈവവചനം പറയാണ്, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിന്നാൽ നിങ്ങളിപ്പോ പ്രാർത്ഥനയിൽ മാത്രം കണ്ടത് നാളെ ഒരു സമയത്ത് കാണാനിട വരും. ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഭയപ്പെടാതെ ഉറച്ചു നിന്നത് എവിടെയാ? നല്ലൊരു AC റൂമിലാണോ നിന്നത്, അതോ ഭയങ്കര പ്രതിസന്ധിയിൽ ജീവൻ മരണ ഘട്ടത്തിലാണോ നിന്നത്? ഇസ്രായേൽ ജനങ്ങൾ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് നടന്ന് ചെങ്കടലിന്റെ സമീപത്ത് നിൽക്കുമ്പം മുമ്പിൽ നിലയില്ലാ കയം പോലെ ആഴമുള്ള ചെങ്കടലും പിറകിൽ വീണ്ടും കീഴ്പ്പെടുത്താൻ തയ്യാറായി ഓടിയെടുക്കുന്ന ഈജിപ്തിന്റെ സൈന്യവും ഉള്ളപ്പോഴാണ് മോശയോട് ദൈവം പറയുന്നത്, മുന്നോട്ടും പോകാൻ പറ്റുന്നില്ല, പുറകോട്ടും പോകാൻ പറ്റാതെ പ്രതിസന്ധിയിൽ ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്ന് ചിന്തിച്ച ഒരു സമയത്താണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ഇതുപോലെ ആയിരിക്കും നിങ്ങളും ചിലപ്പോ, എല്ലാവരും അല്ല, ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് നോക്കുമ്പോൾ ചെങ്കടൽ പോലെ തന്നെ തോന്നും. വെള്ളമല്ലെങ്കിലും വേറെ കുറെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ചെങ്കടൽ ഏകദേശം അതേപോലൊക്കെ നമുക്ക് തോന്നും. ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും, മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് തോന്നും. ഇതെങ്ങനെ നടക്കും, ഇതെങ്ങനെ സാധിക്കും, ഇനി പോകാൻ പറ്റത്തില്ലെന്ന് തോന്നും. ഇനി പുറകോട്ട് തിരിഞ്ഞാൽ അതിനേക്കാൾ വലിയ പ്രശ്നത്തിൽ കിടക്കുവാണ്. ഇനി എങ്ങോട്ട് സ്റ്റെപ്പ് വെക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴും ദൈവമക്കളോട് പറയാണ്, ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. അപ്പോൾ അതിന്റെ ബുദ്ധിപരമായി ചിന്തിക്കരുത്.
അപ്പോൾ വിശ്വാസത്തിൽ അത് ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ഭയപ്പെടാതെ ഉറച്ചു നിൽക്കും. അങ്ങനെ ഇസ്രായേൽ ജനം ഈ വാക്ക് കേട്ട് ഉറച്ചു നിന്നപ്പം ദൈവം എന്താണ് ചെയ്തത്? ദൈവം എന്തു ചെയ്തു ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പൊ അവർ നിൽക്കുന്നത് എവിടെയാ? ചെങ്കടലിന്റെ അടുത്ത്. അപ്പോ ചെങ്കടലിന്റെ അടുത്ത് ഇപ്പോൾ അവർ നോക്കിയാൽ ഒന്നും കാണത്തില്ല, വെള്ളം മാത്രം. അതും ആഴമേറിയ വെള്ളം, നിലയില്ലാ കയം. മുന്നിൽ നീന്തി രക്ഷപ്പെടാൻ പറ്റുന്ന ദൂരം അല്ല. അപ്പൊ ദൈവം ഭയപ്പെടാതെ ഉറച്ച് മോശയോട് നിൽക്കാൻ പറഞ്ഞപ്പം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. മോശയോട് ദൈവം പറഞ്ഞു, മോശെ നീ കരങ്ങൾ നീട്ടിപ്പിടിക്കാൻ പറഞ്ഞു. കുറുക്കി പിടിക്കാനല്ല പറഞ്ഞത്, കരങ്ങൾ നീട്ടിപ്പിടിക്കാൻ പറഞ്ഞു. മോശ അത് കേട്ടിട്ട് പിന്നെ വെള്ളം മാറാൻ, ഒരു അത്ഭുതം നടക്കാൻ കൈ നീട്ടേണ്ട കാര്യം എന്നാന്ന് ചിന്തിച്ചില്ല. അതിന്റെ ലോജിക്ക് എന്നാന്ന് ചിന്തിക്കാൻ പോയില്ല. മോശ കരങ്ങൾ ഉയർത്തി. ഇനി വളരെ ശ്രദ്ധിക്കണം. കരങ്ങൾ ഉയർത്തിയപ്പോൾ ബൈബിളിലെ വാക്കിങ്ങനെയാണ്. പുറപ്പാട് 14-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ മോശ കരങ്ങൾ ഉയർത്തിയപ്പോൾ ദൈവം ചെങ്കടലിനെ പുറകോട്ട് മാറ്റിന്ന്. ആ മലയാള വാക്കൊന്ന് ശ്രദ്ധിച്ചേ. കടലിനെ പുറകോട്ട് മാറ്റാൻ നമ്മൾ 1,00,000 പേര് വിചാരിച്ചാലും നടക്കില്ല. 1 കോടി ജനങ്ങൾ വിചാരിച്ചാലും നടക്കത്തില്ല. കടലിനെ പുറകോട്ട് മാറ്റാൻ പറ്റുമോ? ഒരു കൊട്ട അങ്ങോട്ട് എടുത്ത് മാറ്റി എന്ന് പറയുന്ന പോലെ എഴുതി വെച്ചിരിക്കുന്നത്. കടലിനെ പുറകോട്ട് മാറ്റി. എപ്പം മാറ്റി? ദൈവത്തിന്റെ വാക്ക് കേട്ട് വലിയ ഒരു പ്രതിസന്ധിയിൽ ഉറച്ചു നിൽക്കാൻ പറഞ്ഞപ്പം. അത് മാത്രമല്ല, നീ എന്തു പ്രതിസന്ധിയാണെങ്കിലും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ദൈവം ചെയ്ത പ്രവൃത്തിയാണ് അവരുടെ മുമ്പിലുള്ള ഒരു പ്രതിസന്ധിയെ പുറകോട്ട് മാറ്റി. ഹല്ലേലൂയ. അതായത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സാധാരണ കണ്ണുകൾ തുറന്ന് നിങ്ങൾ ജീവിതത്തെ നോക്കുമ്പം എന്ത് പ്രതിസന്ധികൾ കാണുന്നുണ്ടോ, എന്തെല്ലാം പ്രതിസന്ധികൾ കാണുന്നുണ്ടോ, അതിനെ പുറകോട്ട് മാറ്റാൻ നിങ്ങൾക്ക് പറ്റില്ല. പക്ഷെ അതിനെ പുറകോട്ട് മാറ്റാൻ കഴിവുള്ളവന്റെ നേരെ നമ്മുടെ കരങ്ങൾ ഉയർത്തിയാൽ ദൈവകരം നമുക്ക് വേണ്ടി നീട്ടി നമ്മൾ ഇപ്പോൾ കാണുന്ന പ്രതിസന്ധിയെ പുറകോട്ട് മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്ന സാക്ഷ്യങ്ങളൊക്കെ അങ്ങനെ ദൈവം പുറകോട്ട് മാറ്റിയ സാക്ഷ്യങ്ങളാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കേട്ടോ. പുറകോട്ട് മാറ്റി കഴിഞ്ഞപ്പം എന്തുണ്ടായി? അവിടെ ഇസ്രായേൽ ജനത്തിന് കടന്നു പോകാനുള്ള ഒരു വഴി ആര് തുറന്നു? ദൈവം തുറന്നു. എപ്പ തുറന്നു? പ്രാർത്ഥനയിൽ തുറന്നു. ഹല്ലേലൂയ. ഈ വഴി, ഇപ്പൊ തുറന്ന വഴി, ഇന്നു വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത വഴിയാണോ അല്ലയോ? ഇപ്പോൾ ഇസ്രായേൽക്കാർക്ക് വേണ്ടി മോശ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തുറന്ന വഴി ഇതിനു മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലയോ? ഇനി ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്ക്. ചെങ്കടലിലൂടെ ഒരു വഴി, ഇവിടുത്തെ കോഴിക്കോടേക്കുള്ള വഴിയൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. ഏതിലെ പോകാനുള്ള വഴിയും കാണാം. ഇസ്രായേൽ ജനം പോയ വഴി ഗൂഗിൾ മാപ്പിലുണ്ടോ? നിങ്ങളുടെ ഫോൺ എടുത്ത് ഇപ്പൊ തന്നെ നോക്കിക്കോ. ചെങ്കടൽ തുറന്ന വഴി അതില്ല, അതിനകത്തില്ലത്. അതായത് ഒരു മനുഷ്യന്റെയും ബുദ്ധിയിലോ ഭാവനയിലോ വെറുതെ സ്വപ്നത്തിൽ പോലും ആരും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വഴിയാണ് ദൈവം പ്രാർത്ഥനയിൽ അവർക്കായി തുറന്നത്. ഹല്ലേലൂയ. ഇത് ഇസ്രായേൽക്കാർക്ക് വേണ്ടി മാത്രം തുറന്നതല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കില്ല. ഇസ്രായേൽ ജനത്തിന്റെ സ്ഥാനത്ത് നമ്മളാണ്. നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മളെ നോക്കിയിട്ട് എല്ലാവരും പറയും ചിലപ്പം വഴി അടഞ്ഞു, ഇനി മുന്നോട്ട് പോകുന്നു, എനിക്കൊന്ന് കാണണം. വെല്ലുവിളിക്കും ചിലര്. പിന്നെ നീ ആ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എനിക്കൊന്ന് കാണണം. പിന്നെ നീ പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ നടക്കുമല്ലേ? നമ്മൾ പ്രാർത്ഥിച്ചാൽ ലോകത്തിലെ സകല മനുഷ്യരും പറഞ്ഞിട്ടുണ്ടാകും, നമ്മളോട് അത്ഭുതത്തോടെ ചിലപ്പോൾ പുറകിലും ചിരിച്ചിട്ടുണ്ടാകും. പിന്നെ അവൻ പ്രാർത്ഥിച്ചിട്ട് മാത്രം മുന്നോട്ട് പോകുന്നു, ഞാനൊന്ന് കാണട്ടെ. നമ്മളെ വെല്ലുവിളിച്ചവരും നമ്മളെ കളിയാക്കിയവരും നോക്കി നിൽക്കെ പ്രാർത്ഥനയിൽ ദൈവം തുറന്ന വഴി നമ്മളെ ദൈവം കാണിക്കും. പറഞ്ഞു ഹല്ലേലൂയ. ഇപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ വിഷമിക്കുന്നുണ്ടോ? ദൈവം എന്റെ വഴി അടഞ്ഞു കിടക്കാണ്, വഴി അടഞ്ഞല്ലോ എന്ന്. വഴി അടഞ്ഞിട്ടില്ല. എന്ത് വഴി അടഞ്ഞിട്ടുള്ളൂ? നമ്മുടെ പ്രാർത്ഥനയുടെ വഴിയും കൂടെ അടഞ്ഞു പോയാൽ എല്ലാ വഴി അടഞ്ഞായിട്ട് തോന്നും. പക്ഷെ നമ്മുടെ കരങ്ങൾ ഉയർത്താൻ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഒരു കാര്യം കേട്ടെ. ഇസ്രായേൽ ജനങ്ങളിൽ അവരുടെ നേതാവായിരുന്ന മോശ മാത്രമേ കരങ്ങൾ ഉയർത്തിയിട്ടുള്ളൂ.
ഇസ്രായേൽ ജനം മുഴുവൻ മോശ കരങ്ങൾ ഉയർത്തിയില്ല. ഇസ്രായേൽ ജനങ്ങൾ പുറകെ നിൽക്കുന്നു. മോശ മുന്നിലിരുന്ന് ദൈവത്തിന്റെ വാക്ക് കേട്ട് കരങ്ങൾ ഉയർത്തി. ഒരു മോശയുടെ പ്രാർത്ഥന കേട്ടിട്ട് ഇത്രയും വലിയൊരു അത്ഭുതം ദൈവം ചെയ്തെങ്കിൽ ഇവിടെ 1000 പേര് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തിയാൽ ഇതിനേക്കാൾ വലിയ അത്ഭുതം സംഭവിക്കുമോ ഇല്ലയോ? സംഭവിക്കുകയില്ല എന്നുള്ളവർ മാത്രം പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ ഈശോ 48 പേരുണ്ട്. അതായത് ഒരു കാരണത്തിൽ അത്ഭുതം നടക്കുകയായിരുന്നു വിശ്വസിക്കുന്ന 48 പേരുണ്ട്. അവർ പോട്ടെ, കുഴപ്പമില്ല, അറിയാതെ പറഞ്ഞതാണ്, പോട്ടെ, അത് പോട്ടെ. നോക്കിക്കേ, ഒരാളെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് അറിവുള്ള ഒരാൾ പറഞ്ഞത്, മോശയെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരാൾ മതി, ഒരൊറ്റയാളെങ്കിലും മതി. നമ്മുടെ വീട്ടിൽ 4 പേരുണ്ട്, ഒരാൾ മോശയെ പോലെ പ്രാർത്ഥിക്കുന്ന ആ ഒറ്റയാൾ മതി. ആ കുടുംബത്തിന് വേണ്ടി ദൈവം ഇന്നുവരെ ഒരു മനുഷ്യനും ചിന്തിക്കാത്ത പുതിയ വഴികൾ ദൈവം തുറക്കുന്ന വഴികൾ ഉണ്ടാകാൻ പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി നിങ്ങൾ ചിന്തിച്ച്, ഇസ്രായേൽ ജനത്തിലെ ആളുകൾ അന്നത്തെ കാലത്ത് ശക്തമായി വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു 10 മോട്ടോർ വെച്ച് മോട്ടോർ അടിച്ച് വെള്ളം പറ്റിക്കാനാണോ ദൈവം പറഞ്ഞേ? അന്നത്തെ കാലത്ത് ഏറ്റവും ശക്തമായി ഒരു സെക്കൻഡിൽ എത്രയോ ലക്ഷം ലിറ്റർ വെള്ളം അടിച്ചു കളയുന്ന ഒരു മോട്ടോർ കൊണ്ടുപോയി വെച്ച് അടിച്ചു പറ്റിക്കണമെന്നാണോ പറഞ്ഞത്? അടിച്ചു പറ്റിക്കുക, അത് ബുദ്ധിയാ. നമ്മൾ കുറെ പേര് വഴി തുറക്കാൻ വേണ്ടി ബുദ്ധി തുറക്കും, വഴി തുറക്കാൻ വേണ്ടി ബുദ്ധി തുറക്കും, വേറെ ചിലരുടെ ബുദ്ധി ആശ്രയിക്കും. ഇവിടെ ഒരു വഴി തുറക്കാൻ വേണ്ടി ബുദ്ധി അല്ല തുറന്നത്, അവരുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു ഭാഗമായ പ്രാർത്ഥന തുറന്നു, വഴി തുറന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങൾ മുന്നോട്ട് ഉയർത്തുമ്പോൾ നിങ്ങൾക്കുള്ള മുന്നോട്ട് പോകാനുള്ള വഴികളും ദൈവം തുറന്നിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. വേറൊരു കാര്യം കേൾക്കണം, ജീവിതത്തിൽ തടസ്സമാണെന്ന് പറയുന്നവർക്ക് ഒരു സദ്വാർത്ത. ജീവിതത്തിൽ തടസ്സമാണെന്ന് ആർക്കേ തടസ്സമുള്ളൂ? പുറകോട്ട് പോകുന്നവർക്ക് തടസ്സമില്ല, മുന്നോട്ട് പോകുന്നവർക്കേ തടസ്സമുള്ളൂ. ഏതെങ്കിലും വ്യക്തികൾ തടസ്സത്തിലാ കിടക്കുന്നെങ്കിൽ, അയ്യോ തടസ്സമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഓർത്തോ, നിങ്ങൾ എത്രയോ സ്റ്റെപ്പ് മുന്നോട്ടാ പോകുന്നത്. ഇസ്രായേൽ ജനങ്ങൾ ഈജിപ്തിന്റെ അടിമത്തത്തിലേക്ക് പുറകോട്ട് പോയാൽ തടസ്സമില്ല, അവിടെ ചെങ്കടലില്ല. കാനാൻ ദേശത്തേക്ക് ദൈവം കൊണ്ടുപോയപ്പോഴാ, മുന്നോട്ട് പോയപ്പോഴാ തടസ്സം. പുറകോട്ട് പോകുന്നവർക്ക് തടസ്സമില്ല. ജീവിതത്തിൽ തടസ്സമാണെന്ന് പറഞ്ഞ് ഓടണ്ട. തടസ്സമുള്ളവർ കുറച്ചുകൂടെ സന്തോഷിച്ചു, നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടാണ്. മുന്നോട്ടുള്ളവർക്ക് തടസ്സമുള്ളൂ, പുറകോട്ടുള്ളവർക്ക് തടസ്സമില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. എല്ലാവരും കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മുന്നോട്ട് പോയി, ഇനി മുന്നോട്ട് പോയി. ദൈവം ഇപ്പോൾ അവര് മുന്നോട്ട് പോകുന്ന ഏത് വഴിയിലൂടെയാണ്? പ്രാർത്ഥിച്ച് ദൈവം അവർക്കായി തുറന്ന ഒരു വഴി. അങ്ങനത്തെ ഒരു വഴിയും കൂടി ഉണ്ട്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാവരും കേട്ടെ, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ തുറന്ന വഴിയുണ്ട്. ഇനി നമ്മൾ ഒരുപാട് നാൾ പ്രാർത്ഥിച്ച് ദൈവം തുറന്ന ചില വഴികളുമുണ്ട്. ഈ 2 വഴിയിലും പ്രശ്നമുണ്ട്. ഉണ്ടോ ഇല്ലയോ? 2 ദൈവം തുറന്ന വഴിയിലുണ്ടായ പ്രശ്നം എന്താണെന്നറിയോ? അവര് പ്രാർത്ഥിച്ചു, അവർക്കായി ദൈവം ഒരു വഴി തുറന്നു കൊടുത്തപ്പം അവർ ആ വഴി കൂടെ മുന്നോട്ട് പോയപ്പോഴുണ്ട്, ഇതേ വഴി കൂടെ ഫറവോയുടെ സൈന്യം, ശത്രുക്കള്, കുതിരയും ആയുധങ്ങളും ആളുകളും പട്ടാളക്കാരുമായിട്ട് കീഴ്പ്പെടുത്താൻ വേണ്ടി വരുന്നു. ഏത് വഴി കൂടെ? ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് ദൈവം തുറന്ന വഴിയാ. ആ വഴിയിലും ശത്രുക്കൾ വന്നു. കേട്ടെ, നിങ്ങൾ ഒരുപാട് നാൾ പ്രാർത്ഥിച്ചു, നോമ്പെടുത്തു, ഉപവാസം എടുത്തു, ഒരു ബിസിനസ് ദൈവം തുറന്നു തന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ജോലി തുറന്നു തന്നു. ആ വഴിയിൽ എന്തുണ്ടാകും? ശത്രുക്കൾ വരും, പുറകെ വരും, ഒപ്പം വരാൻ നോക്കും. പക്ഷെ ബൈബിൾ ശരിക്കും വീട്ടിൽ പോയി ഒന്ന് വായിക്കണം. അവരെത്ര സ്പീഡിൽ ഈ ശത്രു സൈന്യം ഓടിയിട്ടും ദൈവം തുറന്ന ഈ മനുഷ്യരുടെ ഒപ്പം എത്താൻ ഈ ശത്രു സൈന്യത്തിന് ഒരു കാലത്തും കഴിഞ്ഞില്ല. അതൊരു പ്രത്യേകതയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്നും കൂടെ കേട്ടെ, ദൈവം എനിക്കൊരു വഴി തുറന്നു തന്നു. ദൈവം എനിക്ക് തുറന്ന വഴിയിലൂടെ ഞാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും എന്നെ കീഴ്പ്പെടുത്താൻ, എന്റെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ ശത്രുക്കൾ ഓടി പുറകെ വരും. പക്ഷെ ദൈവം തുറന്ന വഴിയിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ ശത്രു എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും ഒരു നിശ്ചിത അകലത്തിലേ അവൾ വന്ന് നിൽക്കത്തുള്ളൂ. എപ്പോഴെങ്കിലും ബൈബിൾ എഴുതിയിട്ടുണ്ടോ ഫറവോയുടെ സൈന്യം ഇസ്രായേലിലെ 10 പേരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊണ്ടുപോയി എഴുതിയിട്ടില്ല. എത്ര സ്പീഡിൽ അവർ കുതിരകളെ വെച്ച് ചാടി ഓടിയിട്ടും അവർക്ക് ഇസ്രായേൽ ജനത്തിന്റെ ഒപ്പം എത്താൻ കഴിഞ്ഞില്ലെന്ന് ബൈബിളിലുണ്ട്. ഹല്ലേലൂയാ. പിന്നെ ഇതിന് നമ്മൾ പേടിക്കുന്നത്? പ്രാർത്ഥിച്ച് ദൈവം തുറന്ന വഴിയിലും ശത്രുക്കൾ പിന്തുടരും, പക്ഷെ നമ്മുടെ ഒപ്പം എത്താൻ കഴിയില്ല. ഇനി ശത്രുക്കൾക്ക് എന്നാ പറ്റിയെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഇത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 28-ാമത്തെ വാക്യം അല്ല, 24-ാമത്തെ വാക്യവും
25-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഫറവോയുടെ സൈന്യം ഇസ്രായേൽക്കാരെ ലക്ഷ്യമാക്കി പോരുമ്പോഴും അവിടുന്ന് അവരുടെ രഥചക്രങ്ങളെ അതെത്ര കറങ്ങാൻ ശ്രമിച്ചാലും ആ ചക്രത്തിന്റെ കറക്കം ദൈവം തടസ്സപ്പെടുത്തി. ആരുടെ? ഇസ്രായേൽ ജനത്തിന്റെ ആണോ ശത്രുവിന്റെ ആണോ? ഫറവോയുടെ സൈന്യം അവര് സഞ്ചരിച്ചുകൊണ്ടിരുന്ന കുതിര വണ്ടിയുടെ ചക്രം അത് സ്പീഡിൽ പോകുന്നില്ല, അതിന്റെ ചക്രത്തിന്റെ കറക്കം തടസ്സപ്പെട്ടു പോയി. ഒരു കാര്യം കേട്ടെ, ഇതിന് മുന്നിൽ ഇസ്രായേൽ ജനം പ്രാർത്ഥിച്ച് ദൈവം തുറന്ന വഴി കൂടെ എത്ര ശക്തിയാറ് സൈന്യം വന്നാലും, ഇനി കൂടോത്രമല്ല എന്ത് വലിയ തിന്മയുടെ ശക്തി പുറകെ വന്നാലും, അവരെത്ര ശ്രമിച്ചാലും അവരുടെ യാത്ര നമ്മളെ തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. ആ വിശ്വാസത്തോടെ ഒന്ന് ഏറ്റെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരിക്കൽ കൂടി ഏറ്റെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്തത് ദൈവം ഏറ്റെടുത്തു. അടുത്തത് ഇനി എഴുതിയിരിക്കുന്നത് ശത്രുവിന് എന്നാ പറ്റിയെന്ന. ഇസ്രായേൽ 28-ാമത്തെ വാക്യം, ഇസ്രായേൽക്കാരെ പിന്തുടർന്ന് കടലിൽ ഇറങ്ങിയ തേരുകളെയും കുതിരകളെയും ഫറവോയുടെ സൈന്യം മുഴുവനും കടൽ വെള്ളം മൂടിക്കളഞ്ഞു. ആരെ മൂടിക്കളഞ്ഞു? ഏത് വഴി കൂടെ വന്ന ശത്രുവിനെയാ മൂടിക്കളഞ്ഞത്? ദൈവം. ഇസ്രായേൽ ജനത്തിന് ഈ വഴി തുറന്നത് അവരുടെ ബുദ്ധി മോട്ടോർ വെച്ച് അടിച്ച് വെള്ളം പറ്റിച്ചിട്ട് ഒരു തോടാക്കി അല്ലെങ്കിൽ റോഡാക്കി എടുത്തതല്ലത്. ദൈവം ഒരു പ്രാർത്ഥിച്ചപ്പോ തുറന്ന വഴിയാ. അതിലൂടെയാണ് ഈ ശത്രു സൈന്യം വന്നത്. പക്ഷെ ശത്രുക്കൾ കടൽ വെള്ളത്തിന്റെ ആ ഒരു നടുക്കെത്തിയപ്പം അതങ്ങ് മൂടിപ്പോയി. അവരെല്ലാം വെള്ളത്തിനടിയിലായി. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ആത്മീയ പാഠം എന്താ? പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരാൾ പ്രാർത്ഥനയാകുന്ന വഴിയിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ പുറകിൽ ശത്രുക്കൾ ഇല്ലെന്നല്ല, ശത്രുക്കളുണ്ട്. പക്ഷെ നമ്മളെ തകർക്കാൻ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും ശത്രുവിനെ അത് ദോഷമായി മാറുകയുള്ളൂ. പ്രാർത്ഥിച്ച് ദൈവം തുറന്ന വഴിയിലൂടെ ദൈവം ഒരാപത്തോ അപകടവും ഇല്ലാതെ ദൈവം നമ്മളെ കൊണ്ടുപോകും. അതാണ് ഭയപ്പെടാതെ ഉറച്ചു നിന്നപ്പം ദൈവം തുറന്ന വഴി. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ, ഇത് ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് ആരെല്ലാം കേട്ടാലും അവർക്കെല്ലാമുള്ള സദ്വാർത്ത, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. ഇടയ്ക്കിടയ്ക്ക് ആടി അവിടെ പോയി ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ആ ചാഞ്ചാടരുത്. ഞാൻ എന്തു പ്രതിസന്ധികൾ ഭയപ്പെടേണ്ട സാഹചര്യം വന്നാലും ഞാൻ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കും. എന്തിലൊക്കെ ഉറച്ചു നിൽക്കും? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും, പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഇങ്ങനെ ഭയപ്പെടാതെ ഉറച്ചു നിന്ന ഒരു വ്യക്തി സുവിശേഷത്തിലുണ്ട്. ആ വ്യക്തിയുടെ പേര് സക്കറിയ. ഭയപ്പെടാതെ ഉറച്ചു നിന്ന ഒരു ഭക്തൻ, ഒരു ദൈവഭക്തന്റെ പേരാണ് സക്കറിയ. സക്കറിയയുടെ ഭാര്യയുടെ പേര് എലിസബത്ത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരപ്പച്ചനും പ്രാർത്ഥിക്കുന്ന ഒരമ്മച്ചിക്കും പ്രാർത്ഥിക്കുന്ന ഒരു യുവാവിനും പ്രാർത്ഥിക്കുന്ന ഒരു യുവതിക്കും ഒരു സദ്വാർത്തയാണിത്. ദൈവഭക്തിയിൽ ഉറച്ചു നിന്ന ഒരു ഭാര്യയും ഭർത്താവുമാണ് സക്കറിയായും ഭാര്യ എലിസബത്തും. പക്ഷേ ശ്രദ്ധിച്ച്, ഇവർക്ക് ഉറച്ചു നിൽക്കേണ്ട, ഇത് പണ്ടേ ഈ ദൈവഭക്തി ഉപേക്ഷിച്ച് പോകേണ്ട 100 സാഹചര്യങ്ങൾ ഉണ്ടായി. കാരണം ഇവർ ദൈവഭക്തിയിൽ ഉറച്ചു നിന്നെങ്കിലും അന്നത്തെ കാലത്ത് ഇവർക്ക് മക്കളില്ലായിരുന്നു. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഒരുപാട് കളിയാക്കലുകൾ നേരിടേണ്ടി വന്നു, ഒറ്റപ്പെടൽ നേരിടേണ്ടി വന്നു. പലരും സക്കറിയായോട് ചോദിച്ചിട്ടുണ്ടാവും, നീ കുറെ ദൈവഭക്തനായിട്ട് വലിയ ഇതാളായിട്ട് നടന്നിട്ട് എടാ നിന്റെ വീട്ടിൽ മക്കളുണ്ടോ എന്ന് ചിലപ്പോൾ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ടാകും. നീ ഇന്നിട്ടും എന്നാലും ബൈബിൾ വായിച്ചു നോക്കിയോ, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നപ്പോഴും കളിയാക്കലുകൾ നേരിട്ടപ്പോഴും സക്കറിയ ദൈവഭക്തിയിൽ പിന്മാറിയില്ല. ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. സക്കറിയായും ഭാര്യ എലിസബത്തും ദൈവഭക്തിയിൽ ഉറച്ചു നിന്നു, വാടിപ്പോയില്ല. ഇത് നമുക്കൊരു ആത്മീയ പാഠമാണ്. നമ്മളൊക്കെ എന്തെങ്കിലും പ്രാർത്ഥിച്ചു നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ നടന്നില്ലെങ്കിൽ നമ്മൾ വാടിപ്പോകും. പിന്നെന്ന് പറയും, പിന്നെ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ പോവല്ലേ. സക്കറിയായും ഭാര്യ എലിസബത്തിനെയും കണ്ടുപഠിക്കണം. നമ്മൾ കുറെ കണ്ടുപഠിക്കാൻ. സക്കറിയായും ഭാര്യ എലിസബത്തും ദൈവഭക്തിയിൽ ഉറച്ചു നിന്നു. എന്ത് സംഭവിച്ചു എന്ന് എഴുതിയിരിക്കുക. ഉറച്ചു നിന്ന് അവർക്ക് ഒരു ദിവസം 10-ാമത്തെ അധ്യായം ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതായി സക്കറിയ കണ്ടു. അടുത്ത് നോക്കണം 12-ാമത്തെ വചനം. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനായി ഭയപ്പെട്ടു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ, നിന്റെ ഭാര്യ എലിസബത്തില്ലേ,
അവൾ വഴി നിനക്കൊരു പുത്രൻ ജനിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. ബൈബിളിൽ 2 പേരുടെ പേരെ ദൈവം ഇട്ടിട്ടുള്ളൂ. ഏതൊക്കെ പേരായിരിക്കും? ഒന്ന് യോഹന്നാന്റെ പേരും ബാക്കി എല്ലാ പേരും 2 പേര്. യോഹന്നാന്റെ പേരും യേശു എന്ന പേരും മൂളിന്നിട്ട പേരാ. ബാക്കി എല്ലാ പേരും മനുഷ്യരിട്ട പേരാ. ദൈവം പറയാണ്, സക്രിയ, നീ ദൈവഭക്തിയിൽ ഉറച്ചു നിന്നോണ്ട് നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു കുഞ്ഞുണ്ടാകും. ആ കൊച്ചിന് നീ പേരിടണ്ട, ആ കൊച്ചിന് ഞാൻ പേരിടും. ആ കൊച്ചിന്റെ പേര് യോഹന്നാൻ എന്നായിരിക്കും. നോക്കിക്കേ, ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നവരുടെ പ്രത്യേകത. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടാവും നിനക്കിനി മക്കൾ ഉണ്ടാവില്ലെന്ന്. ഒരുപക്ഷെ മക്കൾ ഉണ്ടാവാത്തതിന്റെ വിഷമത്തിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്ന ഇവിടെ ഉണ്ടെങ്കിൽ ഓർത്തോ, എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടും സക്രിയ മക്കളൊന്നും എന്നെ ദൈവം തന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി ദൈവഭക്തിയിൽ നിന്ന് പോവുകയല്ല ചെയ്തത്. ഇനി പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഓടുവല്ല ചെയ്തത്. ദൈവഭക്തിയിൽ ഉറച്ചു നിന്നപ്പം ദൈവം പറയുക, നീ നിന്റെ കൊച്ചിന് നീ പേരിടണ്ട, നിന്റെ ദൈവഭക്തിയിൽ നീ ഉറച്ചു നിന്നുകൊണ്ട് നിന്റെ കൊച്ചിന് ഉണ്ടാകാൻ പോകുന്ന കൊച്ചിന് ഞാൻ പേരിടും. അവൻ ആൺകുട്ടിയായിരിക്കും, അവൻ യോഹന്നാൻ എന്ന് പേരിടണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്ന സക്രിയായ്ക്കും ഭാര്യ എലിസബത്തിനും കൊടുത്ത മക്കൾക്ക് ചില പ്രത്യേകതയുണ്ട്. ഭയങ്കര അനുഗ്രഹമുള്ള വൗച്ചിനെയാ കൊടുത്തത്. എന്തൊക്കെയാ കൊടുത്തതെന്ന് നോക്കണം. പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചനും പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയ്ക്കുമുള്ള സദ്വാർത്തയാണ്. മക്കളുടെ ഗുണം കേട്ടോണം. പ്രാർത്ഥിച്ച് ദൈവഭക്തിയിൽ ഉറച്ചു നിന്നപ്പം മക്കൾക്ക് കിട്ടിയ അനുഗ്രഹത്തെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. 1-ാം അധ്യായം 13-ാമത്തെ വചനം 14-ാമത്തെ വചനം. മക്കളിൽ നിന്ന് കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് ദൈവം പറയാണ്, നിനക്ക് ഉണ്ടാകുന്ന യോഹന്നാൻ എന്ന കുട്ടി നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാക്കും. എന്തൊക്കെ തരും മക്കൾ? എന്തൊക്കെ തരും മക്കൾ? തലവേദന തരുമെന്ന് എഴുതിയിട്ടുണ്ടോ? എടാ, അവൻ നിനക്ക് വലിയ പാരയായിരിക്കും, ശ്രദ്ധിക്കണോന്നല്ല. നിനക്ക് നിന്റെ മകൻ ആനന്ദ വിഷയമായിരിക്കും. ഇത് നമ്മുടെ കുടുംബത്തിൽ ഇന്ന് മക്കളെ ഓർത്ത് ആനന്ദമാണോ അതോ ഭയമാണോ? നമുക്ക് മക്കളെ ഓർത്ത് പേടിയാ. നമ്മുടെ മക്കൾ എന്താകും നമുക്കൊരു പേടിയുണ്ട്. ദൈവമേ, അവരെ പഠിപ്പിക്കാൻ വിടണോ എനിക്കൊരു പേടി. ഇപ്പോഴത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പലതും എൻ്റെ ഉള്ളിൽ പേടി. പക്ഷെ യോഹന്നാൻ സക്രിയായ്ക്കും എലിസബത്തിനും ഉണ്ടായ കുഞ്ഞാണ്. എങ്ങനെയുണ്ടായതാ? ദൈവഭക്തിയിൽ ഉറച്ച് നിന്ന് അതിലൂടെ ലഭിച്ച കുഞ്ഞാണ്. ദൈവം പറയാണ്, നിന്റെ മകൻ നിനക്ക് ആനന്ദം തരും, സന്തോഷം തരും. എത്ര മാതാപിതാക്കളെ വിഷമിക്കുന്നതെന്നറിയോ? മക്കളിലൂടെ വിഷമം തന്നതിന്റെ പേരിൽ എത്ര മാതാപിതാക്കൾക്ക് വിഷമം അറിയോ? മക്കൾ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നവര്. എത്ര മാതാപിതാക്കൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ മക്കൾ ജനിക്കണ്ടായിരുന്നു എന്ന് ചിന്തിച്ചവര്. പക്ഷെ യോഹൻ സക്രിയായിക്കുണ്ടായ മക്കളെ കുറിച്ച് മകനെ കുറിച്ച് ദൈവം നേരത്തെ പറഞ്ഞു, അവൻ നിനക്ക് ആനന്ദം തരും, സന്തോഷം തരും. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് 1-ാമത്. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്ന അപ്പനും അമ്മയുമാണെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കൊരു ആനന്ദമായിരിക്കും, സന്തുഷ്ടി തരും. 2-ാമത്തെ അനുഗ്രഹം, അവന്റെ ജനനത്തിൽ ജനം മുഴുവൻ ആഹ്ലാദിക്കും. യോഹന്നാൻ അവിടെ ജനിച്ചു കഴിയുമ്പം നാട്ടുകാരൊക്കെ ഭയങ്കര ആഹ്ലാദത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു അപ്പന്റെയും അമ്മയുടെയും മകനാണെങ്കിൽ ആ മകനെ ഓർത്ത് നാട്ടിലെല്ലാവർക്കും നല്ലതേ പറയാനുണ്ടാവുള്ളൂ. ആ പള്ളിക്കാർക്കും ആ ദേശത്തുള്ളവർക്കും നല്ലതേ പറയാനുണ്ടാവുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തത് 15-ാമത്തെ വാക്യം, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനായിരിക്കും. അടുത്തത് ഭയങ്കര പ്രത്യേകതയാണ്. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കില്ല. ആരുടെ അപ്പന്റെയും അമ്മയുടെയും മകനാ ഈ അനുഗ്രഹം കിട്ടി? ഇന്ന് വീഞ്ഞോ ലഹരിയോ അവൻ തൊടുക പോലും ഇല്ലെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനോടും അമ്മയോടും ദൈവം പറഞ്ഞു. സക്രിയായോടും എലിസബത്തിനോടും പറയാ, നിങ്ങൾക്കുണ്ടാവുന്ന മകനെ നാളെ കള്ളുകുടിയനായിരിക്കും, വഴി കിടക്കും, ശ്രദ്ധിക്കണമെന്നല്ല പറഞ്ഞ്. അവൻ കള്ളു കുടിക്കുകയില്ല, ലഹരി കഴിക്കില്ല, ലഹരി പാനീയങ്ങളുടെ പുറകെ പോകില്ല. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്ന അപ്പന്റെയും അമ്മയുടെയും മക്കൾ എല്ലാവർക്കും ആനന്ദ വിഷയമായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത്, അങ്ങനെ ഉണ്ടായ ദൈവഭക്തിയിൽ ഉറച്ചു നിന്ന അപ്പന്റെ അമ്മയുടെയും മകന്റെ അടുത്ത പ്രത്യേകത 16-ാമത്തെ വാക്യം, അവൻ വളരെ പേരെ ദൈവമായ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരും. അവന്റെ പ്രത്യേകത, അവൻ എല്ലാവരെയും നേരെ മോശക്കൂട്ടുകെട്ടിലേക്ക് കൊണ്ടുപോകുന്നല്ല. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങൾക്ക് ഉറച്ചു നിന്നത് കൊണ്ട് ദൈവം തന്ന മകന്റെ പ്രത്യേകത, അവൻ ഇച്ചിരി വലുതാകുമ്പോൾ അവൻ എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരും, ദൈവത്തിലേക്ക് കൊണ്ടുവരും. നമ്മുടെ എത്ര മക്കളാ
നമ്മുടെ അടുത്തുള്ള ആളുകൾ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നവർ വളരെ കുറവാണ്. ദൈവത്തിലേക്ക് പോകുന്നവരെ 2 ഡയലോഗ് പറഞ്ഞ് വീട്ടിപ്പെടാന്ന് പറഞ്ഞു വിടുന്നവരാണ് പകുതിയും. എന്നാൽ യോഹന്നാൻ വലുതാകുമ്പം അവൻ വഴി കുറെ പേര് ദൈവത്തിങ്കിലേക്ക് വരുമെന്ന് ദൈവം പ്രവചിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളുടെ സദ്വാർത്ത, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾക്കായി ദൈവം വഴി തുറക്കും. നിങ്ങളുടെ ജീവിതത്തെ ദൈവം നയിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കേന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് കേട്ട കാര്യങ്ങളെല്ലാം ഒന്ന് റിവേഴ്സ് പോയി. എന്താ കേട്ടത്? പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പ്രതിസന്ധി, ചെങ്കടലല്ല, ഇതിന്റെ അപ്പുറത്തെ വലിയൊരു കടൽ അവിടെ നിന്നാലും, ഒരു മല പോലൊരു പ്രശ്നം വന്നാലും, നമ്മൾ ചെയ്യേണ്ട, ദൈവഭക്തൻ ചെയ്യേണ്ടത് ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കണം. എന്നിട്ട് ഇങ്ങനെ പറയണം, എന്റെ ദൈവം എന്നെ പകുതി വഴിക്ക് കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ മുക്കിക്കളയുന്ന ദൈവമല്ല. അത് ഭയങ്കര ഒരു വാക്കാ. അതായത് നോക്കി, ഇസ്രായേൽ ജനത്തിലെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ചെങ്കടലിനവിടെ ഇനി എന്നാന്ന് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് പോയ ദൈവത്തെ അല്ല കാണുന്നത്. പകുതി വഴിക്ക് ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മളെ എത്തേണ്ടടുത്ത് എത്തിക്കേണ്ട പോലെ എത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതത്തെ മുഴുവൻ ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം അല്ലേ പറഞ്ഞത്. ദൈവത്തിന്റെ ഭക്തിയിൽ ഉറച്ചു നിന്ന സക്കറിയായുടെ ഭാര്യ എലിസബത്ത്, പലരും പറഞ്ഞു കാണും, നിങ്ങൾ എന്തിനാ ഇനി ഉറച്ചു നിൽക്കുന്നത്, ഇനി എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പക്ഷെ അവർ ആ ഒരു ഉറച്ചു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പിന്മാറിയില്ല. ഉറച്ചു നിന്നതുകൊണ്ട് ആർക്കാ അനുഗ്രഹം കിട്ടിയേ? സക്കറിയായ്ക്കും എലിസബത്തിനും ദൈവം കൊടുത്ത യോഹന്നാൻ എന്ന മകൻ, അവൻ അനുഗ്രഹ വിഷയമായി മാറി. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിച്ചു, നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഉറച്ചു നിന്നാൽ, ദൈവഭക്തി, ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ചെങ്കടലിന്റെ സമീപത്ത് ഉറച്ചു നിന്നു. ദൈവത്തിന്റെ വാക്ക് കേട്ട് മോശയെ പോലൊരു മനുഷ്യൻ ആ പ്രതിസന്ധിയിൽ ദൈവം പറഞ്ഞു, നീ കരം നീട്ട്. ചില വ്യക്തികൾ ഒരുപാട് കടബാധ്യതയിൽ വരുമ്പോൾ ദൈവത്തിന്റെ സ്വരം കേൾക്കും. നിങ്ങൾ ആ പ്രതിസന്ധിയിൽ കരങ്ങൾ ഉയർത്ത്. ഒരുപക്ഷെ കുടുംബത്തിൽ ആകെ കുഴഞ്ഞു മറിഞ്ഞ് പ്രതിസന്ധികൾ കിടക്കുമ്പോൾ ദൈവം പറയും, കരമുയർത്ത്. ജോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ കരങ്ങൾ ഉയർത്തുമ്പോൾ നിന്റെ ഹൃദയം ദൈവത്തിൽ ഉറയ്ക്കണം. അങ്ങനെയെങ്കിൽ 17ാമത്തെ വാക്യം, നിന്റെ ജീവിതം മധ്യാഹ്നത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും. ഹല്ലേലൂയ.